കഫീർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഇടത് സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ വിമർശനവുമായി CP സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന പ്രചാരണം ശരിയല്ല. ഇത്തരം പ്രചാരണങ്ങൾ ഇടതുപക്ഷത്തിന്റെ നിലപാടല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വളരെ ചെയ്തിട്ടില്ല, ചെയ്താൽ ശരിയല്ല, ചെയ്തിട്ടില്ല. ഇടത് ഗ്രൂപ്പുകളിലാണ് വന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇടത് ഗ്രൂപ്പുകൾ ചെയ്താലും ശരിയല്ല, പക്ഷേ അത് ഞങ്ങളുടെ നയമല്ല. ഇടതുപക്ഷം അതിൻ്റെ പക്ഷമല്ല. വർഗീയ പ്രചാരവേലയുടെ രാഷ്ട്രീയമോ ആശയങ്ങളോ ഞങ്ങളുടേതല്ല. അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ശൈലജ ടീച്ചർ. സ്ക്രീൻഷോട്ട് വിവാദത്തിൽ വസ്തുതകൾ കണ്ടെത്തിയത് ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസ് എന്ന് KPCC അധ്യക്ഷൻ. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെയും കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നേതാക്കൾ അറിയാതെ ഇത്തരം കമന്റുകൾ വരില്ലെന്നും സുധാകരൻ പറഞ്ഞു. CPM വർഗീയത ആളിക്കത്തിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസ് അന്വേഷിച്ച് ഇടതുപക്ഷ പ്രവർത്തകരിൽ നിന്നാണ് ആ പ്രയോഗം വന്നത് എന്ന് ഇന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ പരാമർശം വന്നത് എന്ന് വ്യക്തമാണ്. ആ വ്യക്തത മാറ്റിമറിക്കാനൊന്നും ഒരാളുകൾക്കും ഒരു ഇടതുപക്ഷത്തിനും സാധിക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി അവസാനത്തെ തുള്ളി രക്തം ചൊരിയേണ്ടി വന്നാലും ഞങ്ങൾ അതിനുവേണ്ടി പോരാടും എന്ന് ഞാനിവിടെ പ്രഖ്യാപനം നടത്തുകയാണ്. അവർക്കെതിരെ, ഈ പറയുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം. അതുപോലെ തന്നെ അത് അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളെയും കണ്ടെത്താൻ പോലീസ് ശ്രമിക്കണം. തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം വർഗീയത പ്രയോഗിക്കുന്നവരാണ് ഇടതുപക്ഷം. ഇപ്പോൾ കാഫിർ പ്രശ്നമാണ് പ്രധാനമായിട്ടും ഉയർത്തു വന്നിട്ടുള്ളതെങ്കിലും വടകരയിൽ നല്ല നിലയിലുള്ള വർഗീയത ഇരു മുന്നണികളും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, കാഫിർ പ്രയോഗം നടത്തിയത് ശരിയായില്ല. നടത്തിയത് സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവാണ്, CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയാണ്, ഉന്നത നേതാവാണ്, നേരത്തെ MLA ആയിരുന്ന ആളാണ്. അപ്പോൾ KK ലതികയ്ക്കെതിരെയും ഈ പ്രയോഗം പ്രചരിപ്പിച്ച മറ്റ് DYFI നേതാക്കൾക്കെതിരെയും എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇതിപ്പോൾ UDF, BJP ഒക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ CPMനെ, സർക്കാരിനെ ആക്രമിക്കാൻ ഈ പോലീസ് റിപ്പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയെന്നതൊക്കെയുള്ള വിവാദം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഈ വിവാദത്തിൽ CPMന്റെ പ്രതിരോധമുണ്ടാവുക? വിജയകുമാർ, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഏറ്റവും കൂടുതൽ ആളിക്കത്തിച്ചത് CPM ആയിരുന്നു. ഇടത് സൈബർ കേന്ദ്രങ്ങളിലടക്കം വലിയ പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ പോലീസ് റിപ്പോർട്ടാണ് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPMന്റെ വാദങ്ങളെല്ലാം തന്നെ അപ്പാടെ പൊളിച്ചത്. ഇതിനു പിന്നാലെയാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷവും ശക്തമായ നിലപാടുമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഇതിൽ ഇതുവരെയും പ്രതികളെ ആരും തന്നെ അല്ലെങ്കിൽ അവരെ പ്രതി ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദികൾക്കെതിരെ കേസെടുക്കണമെന്നൊരു നിലപാടാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. മുതിർന്ന നേതാക്കൾ അറിയാതെ ഇത്തരത്തിൽ ഒരു പ്രചരണം നടക്കില്ല എന്നതാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ പറയുന്നത്. ഒപ്പം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെയും അന്വേഷണവും നടപടിയും വേണമെന്നതാണ് K സുധാകരൻ പറയുന്ന കാര്യം. അതിന് പിന്നാലെ പ്രതികരിച്ച K സുരേന്ദ്രൻ പറഞ്ഞത്, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ ശക്തമായ വർഗീയ പ്രചരണം നടന്നു, ഇതിനെതിരെ ശക്തമായ നടപടി വേണം, KK ലതികയ്ക്കെതിരെ ഉൾപ്പെടെ നടപടി സ്വീകരിക്കണം എന്നതുമാണ് K സുരേന്ദ്രൻ പ്രധാനമായും പ്രതികരിച്ച കാര്യം. ഒപ്പം ഇടതുപക്ഷത്ത് നിന്ന് തന്നെ ഒരു ഭിന്ന അഭിപ്രായം ഇന്ന് ഉയർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പ്രചരണം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, അത് തെറ്റാണെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് പ്രതികരിച്ചത്. ഇടത് ഗ്രൂപ്പുകളിലായാലും അത്തരത്തിൽ പ്രചരണം നടത്തുന്നത് ശരിയല്ല, അത് ഇടതുപക്ഷത്തിന്റെ നിലപാടല്ല, സമീപനമല്ല എന്ന് ബിനോയ് വിശ്വവും പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ CPMനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രചരണങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞതോടുകൂടി തന്നെ ഇനി എന്ത് നിലപാടായിരിക്കും ഈ വിഷയത്തിൽ CPM സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇതിന് ഉത്തരവാദികൾക്കെതിരെ കേസെടുക്കാത്ത പോലീസ് നടപടിയെ ആയിരിക്കും പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ ആയുധമാക്കുക. വിജയകുമാർ. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.